ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഒരുങ്ങിയിട്ട് ഒക്കെ ഇരിക്കുകയാണ്. എന്താ പ്രത്യേകത ഒന്നുമില്ല, ഒത്തിരി നാളം കൊണ്ടൊരു ആഗ്രഹമായിരുന്നു ആറന്മുള വള്ളസദ്യക്ക് പോകണമെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ ആറന്മുള വള്ളസദ്യക്ക് പോവുകയാണ്. ഞാൻ ഇതുവരെയും അമ്പലത്തിലും പോയിട്ടില്ല തൊഴാനും, അപ്പം ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ എൻ്റെ ഇവിടെ പൊന്നുമുണ്ട്, അപ്പോൾ അവളുടെ വീട്ടിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പം ഞാൻ കരുതി ഇതൊരു വ്ളോഗായിട്ട് എടുക്കാമെന്ന്. അപ്പം ഞങ്ങൾ രണ്ടുകൂടെയാണ് അമ്പലത്തിൽ പോകുന്നത്. അപ്പം ഇനി അമ്പലത്തിൽ വെച്ച് കാണാം. ടാറ്റാ. നമ്മൾ പന്തളം വരെ വണ്ടിയിലായിരുന്നു പോയത്. അത് കഴിഞ്ഞ് അവിടുന്ന് ബസ്സിൽ വന്നു. ഒരുപാട് ദൂരമൊന്നും ഇല്ലായിരുന്നു. അമ്പലത്തിലേക്ക് ചെന്നിട്ട് നേരെ ചെരുപ്പൊക്കെ സേഫായിട്ട് വെച്ചിരുന്ന് അമ്പലത്തിനകത്തോട്ട് ചെന്നപ്പോഴും എൻ്റെ ദൈവമേ ഒടുക്കത്തെ ക്യൂ, എങ്ങനെ ഒന്ന് തൊഴുവെന്ന് ആലോചിച്ചിരുന്നായിരുന്നു. അത്രയും ക്യൂ ആണ്. അതിനുശേഷം നമ്മൾ ആ ഒരു സദ്യ കഴിക്കാൻ വേണ്ടിയാണ് ഇവിടെ നിന്ന് അവിടം വരെ പോയത്. സദ്യ ഞങ്ങൾക്ക് ആദ്യത്തെ പന്തിയൊന്നും കിട്ടിയില്ല. ആദ്യത്തെ പന്തിയിലൊക്കെ കിട്ടണമെങ്കിൽ എല്ലാ കറികളും കാണും. പക്ഷെ നമുക്ക് കിട്ടിയത് ഒത്തിരി ഇങ്ങ് വൈകിയായിരുന്നു. അവിടെ ഒരു കല്യാണമൊക്കെ നടപ്പുണ്ടായിരുന്നു. കുറച്ച് നേരം അവിടെ ഇരുന്ന് നമ്മൾ തൊഴുതിട്ടൊക്കെ വന്ന് ആഹാരം കഴിക്കാൻ വേണ്ടി ഒത്തിരി പേരുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു. എത്ര താമസിച്ചാലും വള്ളസദ്യ കഴിക്കാതെ വരത്തില്ല, ആ ഒരു രീതിയായിരുന്നു. അതുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരുന്ന് ഒത്തിരി നല്ല ആൾക്കാരുണ്ടായിരുന്നു. നാളെ ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് നാളെ പാസ്സൊന്നും വേണ്ടെന്ന് അവിടെ പറയുന്ന കേട്ടു എല്ലാവരും. നമ്മൾ മെയിനായിട്ട് പോയ ഈ ഒരു വള്ളസദ്യ കഴിക്കാനാണ്. പക്ഷെ ഞങ്ങൾക്ക് എല്ലാ കറിയൊന്നും കിട്ടിയില്ല. ഒടുക്കത്തെ തെള്ള് കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്ന് നിന്നിരുന്നത് കേട്ടോ. പക്ഷെ പറയാതിരിക്കാൻ വയ്യ, എല്ലാ കറിക്കും ഒത്തിരി ടേസ്റ്റാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. 3 പപ്പടമൊക്കെയാണ് നമുക്ക് തരുന്നത്. വലിയൊരു പപ്പടവും 2 ചെറിയ പപ്പടമൊക്കെ. പക്ഷെ ഞങ്ങൾക്ക് എല്ലാ കറിയും കിട്ടിയില്ല എന്നുള്ളൊരു വിഷമമേ ഉള്ളൂ. എങ്കിലും നമുക്ക് ആ ഒരു വള്ളസദ്യ കഴിക്കാൻ പറ്റി. നല്ല ടേസ്റ്റായിരുന്നു എല്ലാത്തിനും. 4 കൂട്ടം പായസം എങ്ങാണ്ട് ഉണ്ടായിരുന്നു. പ്രഥമനുണ്ടായിരുന്നു, കടല പായസം, പിന്നെ പാൽ പായസം, പിന്നെ പഴത്തിൻ്റെ എന്തോ മിക്സ് വരുന്നൊരു പായസം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കത് എന്തോന്നും മനസ്സിലായില്ല. അപ്പോൾ നമ്മൾ നേരെ അവിടെ നിന്ന് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ, പിന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ.